ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരെ വേണം തീർച്ചയായിട്ടും എപ്പോഴും. രണ്ടുപേർക്ക് സാധ്യതയുണ്ട്. എന്നാലും ജയിക്കുന്നവർ ജയിക്കും, തോക്കുന്നവർ തോക്കും. കഞ്ഞി കുടിക്കാൻ പൈസ വേണം. അടിപൊളിയാണല്ലേ? നമസ്കാരം, ട്രൂ ടി വിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, കടുത്തുരുത്തി കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായ കടുത്തുരുത്തിയിലാണ് നിൽക്കുന്നത്. കടുത്തുരുത്തി മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. ഏതായാലും ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം വളരെ പ്രാധാന്യമുള്ളതാണ്. കടുത്തുരുത്തി മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കടുത്തുരുത്തി മണ്ഡലത്തിലെ ഹൃദയമായ ഈ സ്ഥലത്ത് വികസനത്തിൻ്റെ കാര്യത്തിൽ എന്തും മാറ്റമാണ് നടന്നിട്ടുള്ളതെന്ന് ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടേഴ്സാണ് പറയേണ്ടത്, ഇവിടുത്തെ ജനങ്ങളാണ് പറയേണ്ടത്. കടുത്തുരുത്തി മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10 പഞ്ചായത്തുകൾ ചേർന്നതാണ് കടുത്തുരുത്തി മണ്ഡലം. ഒന്നാമതായത് കടുത്തുരുത്തി, കല്ലറ, മാഞ്ഞൂര്, മുളക്കുളം, ഞീഴൂര്, തലോലപ്പറമ്പ്, വെള്ളൂർ, കാണക്കാരി, കുറവലങ്ങാട്, പിന്നെ മരങ്ങാട്ടുപള്ളി. തീർച്ചയായിട്ടും പ്രേക്ഷകരെ, മരങ്ങാട്ടുപള്ളിയിൽ നിന്നാണ് നമ്മൾ ഇന്ന് ജനങ്ങളുടെ അഭിപ്രായം അറിയേണ്ടതുണ്ട്. നിലവിൽ മോൻസാണ് ഇവിടുത്തെ MLA ആയിട്ട് ഇരുന്നുകൊണ്ടിരുന്നത്. അതായത് നിർമ്മല ജിമ്മിയുണ്ട്, NDAയുടെ സുരേഷുണ്ട്. തീർച്ചയായിട്ടും ആരാണ്? എല്ലാവരും ശക്തരായ നേതാക്കൾ തന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായം അറിയേണ്ടതുണ്ട്. ആരാണ് തീർച്ചയായിട്ടും ആര് ജയിക്കാനാണ് സാധ്യത? ഇവിടെ ആര് ജയിക്കാന്നല്ല, ആരെയാണ് നിങ്ങൾക്ക് ആവശ്യം? നമുക്ക് ജനങ്ങളെ നന്നായിട്ട് നോക്കുന്ന ആരാണോ? നിങ്ങൾ ഈ മണ്ഡലത്തിൽപ്പെട്ട ആളാണോ? അതെ, പുറവലങ്ങാടാണ്. അപ്പം ഇതിപ്പം മോൻസ് വന്നാലും നിർമ്മലാ ജിമ്മി വന്നാലും സുരേഷ് വന്നാലും ജനങ്ങളുടെ കാര്യങ്ങളും നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളും അറിയുന്ന ഒരു നേതാവായിരിക്കണം. നിലവിൽ അങ്ങനെ ആരെങ്കിലും ജയിക്കുന്ന അഭിപ്രായമുണ്ടോ? നിലവിൽ നമുക്ക് അങ്ങനെയാണ് താല്പര്യം. അതെന്നാന്ന് വെച്ചാൽ ജനങ്ങളെ അടുത്തറിഞ്ഞും ജനങ്ങൾക്ക് വേണ്ടിയും ഉള്ള ഒരാളായിരിക്കും. നിലവിലുണ്ടായിരുന്ന MLA അത് മോൻസ് ആയിരുന്നു അല്ലേ? അതെ. മോൻസ് അങ്ങനെയുള്ളൊരു എന്താ പറയുക, അങ്ങനെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു 60% ഇടപെട്ടിട്ടുണ്ടെന്ന്. നമുക്ക് മാറ്റം ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. പിന്നെ UDF ഭരണത്തിൽ വരുവാണെങ്കിൽ മോൻസ് ജയിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ വികസനം ഉണ്ടാവും. സാധാരണ ഈ ഭരണത്തിലാണെങ്കിലും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു പാർട്ടിക്കാരനൊന്നും അല്ല. ഞാൻ ഒരു പാർട്ടിയിലും പെടാത്ത. തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലും പെടാത്ത ജനങ്ങളുടെ അഭിപ്രായമാണ് നമുക്ക് തീർച്ചയായിട്ടും അറിയേണ്ടതുള്ളത്. ആർക്കോട്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. നമുക്കെന്തായാലും ചോദിച്ചു പോവാം. കടുത്തുരുത്തിയിലെ ഈ മണ്ഡലത്തിലെ കുറവലങ്ങാട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾ പല അഭിപ്രായങ്ങളും വരും. പല രാഷ്ട്രീയക്കാരുടെ കൂടെ നിൽക്കുന്നവരുണ്ട്, ഇല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരു പൊളിറ്റിക്സിലും പെടാത്ത ജനങ്ങളുണ്ട്. ഇവരൊക്കെ ആര് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് നമുക്കറിയില്ല. ചേട്ടാ നമസ്കാരം. നിലവിൽ ഇവിടുത്തെയാണ് വോട്ടുള്ള ആളാണോ? വോട്ടുള്ള ആളാണ്. നിലവിൽ ഇവിടെയുള്ള MLA എങ്ങനെ ഉണ്ടായിരുന്നു പ്രവർത്തനം? കുഴപ്പമില്ല. ഇപ്പം നിർമ്മലാ ജിമ്മി നിൽപ്പുണ്ട്, അതുപോലെ BJPക്ക് വേണ്ടിയിട്ട് നമ്മുടെ സുരേഷ് നിൽക്കുന്നു. ആര് വരണമെന്നാണ് ഒരു ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മാറ്റം വരണോ എന്താണ് ആഗ്രഹിക്കുന്നത്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല. ആര് വന്നാലും ഭരണം നല്ലതായിരിക്കണം. ഈ മോൻസിന്റെ പ്രവർത്തനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ആവറേജ് കുഴപ്പമില്ല അല്ലേ? എന്താ അഭിപ്രായം ഉണ്ടോ? വേറെ അഭിപ്രായമൊന്നുമില്ല. മോൻസ് മതിയോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇല്ല, ഞാൻ LDFന്റെ ആളാകുമ്പോൾ നിർമ്മലാ ജിമ്മി ജയിക്കണമെന്ന് തന്നെയാണ് സ്വാഭാവികമായിട്ട്. തീർച്ചയായിട്ടും ഞാൻ അങ്ങയുടെ ഈ പൊളിറ്റിക്സ് ഒന്ന് മാറ്റിവെച്ച്, ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള ഒരു ലേബൽ മാറ്റിവെച്ച്, ഒരു പാർട്ടിക്കാരൻ എന്നുള്ള ലേബൽ മാറ്റിവെച്ചാൽ നിർമ്മലാ ജിമ്മിയുടെ പ്രവർത്തനം എങ്ങനെയുണ്ടായിരുന്നു? നിർമ്മലാ ജിമ്മി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഒരു വ്യക്തിയായിരുന്നു. അവരുടെ നല്ല പ്രവർത്തനങ്ങളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. മോൻസ് ചെയ്ത പ്രവർത്തികളിൽ, മോൻസിന്റെ ഇടപെടലുകളിൽ അങ്ങേക്ക് തൃപ്തിയല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, മോൻസിനെ സംബന്ധിച്ചിടത്തോളം മോൻസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് തിരിച്ച് വന്നപ്പോഴത്തേക്കും വീണ്ടും പുള്ളിക്ക് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു വികസനപരമായ മറ്റൊരു പുതിയ കഴിഞ്ഞ പാലായിൽ മാണി സി കാപ്പനെ ഒരു ബൈറ്റെടുത്തപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. കാരണം ഭരിക്കുന്ന മുന്നണി അല്ല, അതിപ്പം നമ്മുടെ നിയോജകമണ്ഡലത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഗവൺമെന്റിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കാനുള്ള അവകാശമുണ്ട്. കൊടുക്കണം എന്നുള്ള ഇതുണ്ട്. ഇപ്പം എത്രയോ പ്രതിപക്ഷത്തുള്ള MLA നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളവർ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. മോൻസിന്റെ പ്രവർത്തനം മോശമെന്ന് പറയാൻ പറ്റത്തില്ലല്ലേ? മോൻസ് സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിവാഹത്തിലും ഉണ്ടാവും, മരിച്ചടക്കിലുണ്ടാവും, അതൊക്കെ ശരിയാ. അല്ല ശരിയാ. പക്ഷെ ഒരു മണ്ഡലത്തെ സംബന്ധിച്ച് പൊതുവായ ഒരു വികസന പ്രവർത്തനങ്ങളോ ഒരു പുതിയ ഇൻഡസ്ട്രിയോ അതുപോലുള്ള പ്രവർത്തനങ്ങളൊന്നും
വന്നിട്ടില്ല. അത്രയും മാത്രമേ ഉള്ളൂ. നന്ദി. പ്രിയപ്പെട്ടവരെ, കടുത്തുരുത്തിയിലാണ് നിൽക്കുന്നത്. കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണിത്. കാരണം ഇതിനകത്ത് ഇവിടെ കണ്ടൊരു തമാശ, ഇവിടെ UDFിൻ്റെ അഡ്വക്കേറ്റ് മോൻസ് ജോസഫിൻ്റെ തെരഞ്ഞെടുപ്പ് ഓഫീസുണ്ട്. ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള നിർമ്മല ജിമ്മിയുടെ ഓഫീസുണ്ട്. എല്ലാവരും ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ ആയിട്ട് വല്ലാത്ത തിരക്കിൽ തന്നെയാണ്. ഇവിടെ നമ്മുടെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോൻസ് ഉണ്ട്. നമസ്കാരം അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്. നമസ്കാരം. തിരക്കിലാണെന്ന് തോന്നുന്നു. ഭയമുണ്ടോ ഇത്തവണ? ഒരു ഭയമില്ല. ഇല്ല, ഉറപ്പാണ്. ജനങ്ങളിൽ വിശ്വാസമുണ്ട്. അല്ല, നിങ്ങളുടെ ഓഫീസിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളും ചെറിയ ആളൊന്നും അല്ല. തീർച്ചയായും ഒരു സ്ത്രീ സംവരണമൊക്കെ കടുത്തുരുത്തിയിൽ വന്നേക്കാമോ? ഇപ്പോൾ വന്നില്ല. ഇനി വരാൻ സാധ്യതയുണ്ടോ? അത് പാർലമെന്റ് തീരുമാനിക്കണം. എന്തായാലും ഇവിടെ ഞാൻ കടുത്തുരുത്തിയിൽ വന്ന് പല ജനങ്ങളോടും ചോദിച്ചു, സാധാരണക്കാരുടെ അഭിപ്രായം ചോദിച്ചു. അതിനിടയ്ക്ക് വളരെ ശക്തനായ ഒരു LDFിൻ്റെ വളരെ ഒരു അനുഭാവിയോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ആരാണ് ജയിക്കുക? ഇടതുപക്ഷത്തിൻ്റെ ഇദ്ദേഹമാണെന്ന് പറയുന്നു, അവർ പറയുന്നു. അപ്പോൾ നിങ്ങൾ പറയണം, എന്താണ് മോൻസിൻ്റെ പ്രവർത്തനത്തിലെ കുഴപ്പം? അങ്ങ് കേൾക്കുന്നുണ്ടോ? എന്താണ് മോൻസിൻ്റെ പ്രവർത്തനത്തിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പുള്ളിക്കാരി ജയിക്കത്തുള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ അത് പൊളിറ്റിക്സ്. ഞാൻ ചോദിക്കുന്നത്, ഇടതുപക്ഷത്തിലെ ആളുകൾക്ക് പോലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരാളായി മോൻസ് വളർന്നുപോയി അല്ലേ? വളർന്നുപോയി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വളർത്തി. ഇല്ല, ഞാൻ അങ്ങനെ വളർന്നതിൻ്റെ ഒന്നുമല്ല. ഞാൻ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ചെറുപ്പം മുതൽ ഈ മണ്ഡലത്തിൽ തിരിച്ചു വളർന്ന ആളാണ്. കടുത്തുരുത്തി സ്കൂളിൽ പഠിച്ചു, ഈ നാട്ടിലൂടെ എല്ലാം നടന്നു. ഇതിലേക്ക് നടന്നുപോയി പഠിച്ച് ഞങ്ങൾ സാധാരണ കുട്ടികളെ പോലെ പോയവരാണ്. അതെ, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ ജീവിതം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം തന്നെയാണ്. അല്ലാതെ എനിക്ക് വേറെ പ്രത്യേകമായ ഒരു പ്രത്യേകമായ ഒരു വലിപ്പത്തിലേക്കൊന്നും പോയിട്ടില്ല. ഞാനിപ്പോൾ 5 ടൈം MLA ആയെങ്കിലും 5 ടൈമും നാട്ടിലെ സാധാരണക്കാരെ പോലെ തന്നെ എല്ലാവരുടെയും കൂടെ ഉണ്ട്. നിയമസഭാ കാര്യങ്ങൾക്ക് തിരുവനന്തപുരം പോവും, പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടും. പക്ഷേ അവിടെ തിരിച്ചു വന്നാൽ കടുത്തുരുത്തി വന്നാൽ ഞാനൊരു കടുത്തുരുത്തിക്കാരനാണ്. മനസ്സിലായി. തീർച്ചയായിട്ടും. അപ്പോൾ അതിലൊരു കാര്യമുണ്ട്. അപ്പോൾ LDFിൽ പെട്ടവരും പറയുന്നതിന് കാരണമുണ്ട്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. പക്ഷെ നിയോജക മണ്ഡലത്തിൽ എനിക്ക് ഒറ്റ രാഷ്ട്രീയമുള്ളൂ, എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയം. അവിടെ LDF ഇല്ല, BJP ഇല്ല, UDF ഇല്ല, ജാതിയും മതവും ഇല്ല. എല്ലാവരും ഇതേപോലെ കടുത്ത BJPക്കാരും പറഞ്ഞു, കടുത്ത LDFകാരും പറഞ്ഞു അവര് ജയിച്ചാൽ മതി, പക്ഷേ മോൻസ് ചെയ്ത് തെറ്റൊന്നുമില്ല, ഇങ്ങനെ പറയുന്ന ആളുകളാണ്. ഞാൻ എൻ്റെ വീട് 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ എൻ്റെ ഗേറ്റ് പൂട്ടിയിട്ടില്ല. അത് മുഴുവൻ സമയം തുറന്നിട്ടിരിക്കുന്ന ഗേറ്റാണ്. എനിക്ക് പൂട്ടുന്ന കാര്യമില്ല. ഏത് അർദ്ധരാത്രിക്ക് വന്ന് എന്നെ ബെല്ലടിക്കാം. ഞാൻ എൻ്റെ വൈഫുമായിട്ട് ആളുകളുടെ കാര്യം അറ്റൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ MLA ഓഫീസിൽ പകലാണ് ഇവിടെ ആളുണ്ട്. ഞാൻ തിരുവനന്തപുരത്തായിരുന്നാലും നാട്ടിലായിരുന്നാലും ഏത് സമയത്തായിരുന്നാലും എന്നെ കോൺടാക്ട് ചെയ്യാൻ ആൾക്ക് ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല. എന്നാലും ഞങ്ങളെ സംബന്ധിച്ചോളം കേരളം മുഴുവനുള്ള എല്ലാ മണ്ഡലങ്ങളും നിഷ്പക്ഷമായിട്ടുള്ള ഒരു ചോദ്യങ്ങളും ജനങ്ങളുടെ മറുപടിയുമാണ് ഞങ്ങൾ കാണിക്കുന്നത്. സാധാരണ ചെയ്യുന്നത് പോലെ ഒരാൾ എനിക്ക് അങ്ങയുടെ ഭാഗം ആവേണ്ട കാര്യം ഞാൻ തീർച്ചയായിട്ടും നമ്മൾ ആദ്യമായി കാണുന്നതെന്ന് തോന്നുന്നു. ഒരിക്കലും നിഷ്പക്ഷമായ ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് അറിയേണ്ടത്. എല്ലാവിധ ആശംസകളിലും. പാലക്കാരൻ്റെ തീവ്രമായ സൂരജ് പാലക്കാരൻ്റെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്, ആവട്ടെ വീഡിയോയിൽ കണ്ടു. നേരിട്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ആദ്യമായിട്ട് സാധാരണക്കാർക്ക് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും ശബ്ദം ഇനിയും ഉയരട്ടെ, സാധാരണക്കാർക്ക് നിൽക്കാൻ കഴിയട്ടെ. ഇനിയും അത് മാത്രമല്ല, പിന്നെ ഈ കടുത്തുരുത്തി മണ്ഡലത്തിലൊന്നും വലിയ വികസനം ഉണ്ടായിരുന്നില്ല. ഇല്ല, അതറിയാം. ഇവിടെ ഒരു സാധാരണ മണ്ഡലമായിരുന്നു. മറ്റു പല പ്രദേശങ്ങളും വികസനവും പുരോഗതിയൊക്കെ ഉണ്ടായപ്പം കടുത്തുരുത്തിയൊക്കെ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളായിരുന്നു. ഞാൻ കടുത്തുരുത്തി കേരള രാഷ്ട്രീയത്തിൽ വികസനത്തിൻ്റെ സാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ പല അവസരം കിട്ടിയപ്പോഴെല്ലാം ഇപ്പോൾ LDFിൻ്റെ ഭരണത്തിൽ ഞങ്ങളോടെല്ലാം ചവിട്ടുണ്ട്. അത് പ്രതിപക്ഷ MLAമാർ 40 പേർക്കും ഒന്നും കാര്യമായിട്ടൊന്നും കൊടുക്കത്തില്ല, ഉപദ്രവിക്കുന്ന രീതിയുണ്ടായിരുന്നു. എന്നാൽ അതിനിടയിലും പിടിച്ചു മേടിക്കാൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങേ കണ്ടല്ലോ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങ് ആരെയും കുറ്റം പറയുന്നത് കേട്ടിട്ടില്ല. വലിയൊരു ക്വാളിറ്റിയാണ്, സാധാരണ പൊളിറ്റീഷ്യൻസ് ഇല്ലാത്ത ഒരു ക്വാളിറ്റിയാണ്. കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. എനിക്ക് മോൻസ് ജോസഫ് ഒന്നും തന്നിട്ടില്ല, നമ്മുടെ അപ്പുറത്തെ LDFിൻ്റെ നിർമ്മല ജിമ്മിയും തന്നിട്ടില്ല, മറ്റേ സുരേഷും ഒന്നും തന്നിട്ടില്ല. ഞാൻ വന്നത് സത്യസന്ധമായ ജനങ്ങളുടെ അഭിപ്രായം അറിയാനാണ് കടുത്തുരുത്തിയിൽ വന്നത്. കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. നമുക്കിനി കടുത്തുരുത്തിയിലൂടെ ചോദിച്ചു പോവാം. ഇലക്ഷൻ എടുത്തു, ആർക്കാണ് ഇവിടെ സാധ്യത കൂടുതൽ? സാധ്യത കൂടുതലെന്ന് പറഞ്ഞാൽ 2 പേർക്ക് സാധ്യതയുണ്ട്. എന്നാലും ചേട്ടൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ മോൻസ് ജോസഫാണ് വരാൻ സാധ്യത. അദ്ദേഹം കഴിഞ്ഞ വർഷത്തേക്കാളും ഭൂരിപക്ഷത്തിൽ വരുമോ അത് കുറഞ്ഞു വരുമോ? കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടും, വരാനാണ് സാധ്യത. എന്തായാലും നമുക്ക് നല്ല ആളുകൾ ജയിക്കട്ടെ, നാടിന് ഗുണമുള്ള ആളുകൾ ജയിക്കട്ടെ, അത്രേ ഉള്ളൂ. ആര് വന്നാലും സാധനങ്ങൾക്ക് വില കുറയുക, അതൊക്കെ നമ്മുടെ ആവശ്യമുള്ളൂ, അത്രേ ഉള്ളൂ. എന്നാലും മോൻസ് ജയിക്കട്ടെ. അല്ല, കൂടുതലും ആളുകൾ പറയുന്ന മോൻസിൻ്റെ ഒരു പേര് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണമെന്ന് എനിക്കറിയില്ല. സാധാരണക്കാരോട് നമ്മൾ ചോദ്യം ചോദിക്കുന്നത്, ചേച്ചി ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത വല്ലതും അറിയാമോ? മോൻസ് ഇപ്പുണ്ട്, നിർമ്മല ജിമ്മി ഇപ്പുണ്ട്, ആരെക്കുറിച്ചാണ് അഭിപ്രായം?
ഒരഭിപ്രായവും ഇല്ല. ആരെക്കുറിച്ചും ആരെക്കുറിച്ചും ഇല്ല. ഒരു അഭിപ്രായം ഇല്ല. ഇല്ല. ആഹാ. ഈ കാശുണ്ടോ ജീവിക്കാം? കയ്യില് പൈസ ഉണ്ടോ നമുക്ക് ജീവിക്കാം? പിന്നെ അല്ലാണ്ട് തന്നെ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം ഇപ്പോഴൊക്കെ പഴയ പോലെയൊന്നുമല്ല. ആളുകളുടെ ഒരു കാര്യം എന്ന് പറയുന്നത് പൈസ ഉണ്ടോ ജീവിക്കാം, മാർഗമുണ്ടോ ജീവിക്കാം. ആരാ? മോൻസ് തന്നെയാണ്. ഭൂരിപക്ഷം കൂടുമോ പുള്ളിക്ക്? ഭൂരിപക്ഷം ഒരു 10-25 വരും. ഇനിയും വരുമോ? അത് ഇച്ചിരി കൂടി പോയില്ലേ? ഇല്ല പോയിട്ടാ. സാറ് ജയിക്കാൻ സാധ്യതയുണ്ടോ? അതല്ല, അല്ല അറിയത്തെ ഇലക്ഷൻ നടക്കൂല്ലേ? ഞാൻ വർഷങ്ങളായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് നല്ല പ്രവർത്തനമൊക്കെ ആണോ ആര് പുള്ളി? ഞങ്ങൾ ഈ നാട്ടുകാരല്ല, അതുകൊണ്ട് എനിക്ക് ചോദിക്കണ്ടേ? നിങ്ങളോടൊക്കെ ചോദിച്ചാൽ അറിയത്തുള്ളൂ. കുഴപ്പമില്ല. ഓക്കെ ആണോ? ഓക്കെ, 100% ജയിക്കും. പിന്നെ ഇവിടെ ഇപ്പം ആരാ വേറെ കണ്ടിട്ടുള്ള ആരാ ഉള്ളേ അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു അഭിപ്രായമില്ല. അഭിപ്രായമില്ല. ഇലക്ഷൻ നടക്കും. ആര് ജയിക്കും? മോൻസി ജോസഫ് മോൻസ് ജയിക്കും. മീനേതാ മേടിച്ചേ? ഭൂരിപക്ഷം കൂടുതൽ മേടിക്കും. ഭൂരിപക്ഷം കഴിഞ്ഞ വടക്കെല്ലാം മേടിക്കും. മേടിക്കും. അതങ്ങനെ പറഞ്ഞാൽ ചെയ്യാറില്ലല്ലോ. അല്ല, ശരിയല്ലല്ലോ. അങ്ങനെ പറയാൻ കാരണം അങ്ങനെയാണ്. ആരെ ജയിക്കാനാ സാധ്യത തവണ? അത് പറയാൻ പറ്റിയല്ല. എന്താണ് അഭിപ്രായം? കടുത്തുരുത്തി മാറും. ആരിലേക്ക് പോകും? പുതിയ സ്ഥാനാർത്ഥി രണ്ടുപേരാണുള്ളത്. നിർമ്മലാജ്മി ജയിക്കും. കടുത്തുരുത്തിക്ക് മാറ്റം വേണം. കടുത്തുരുത്തി ആര് കൊണ്ടുപോകും? കടുത്തുരുത്തി തവണ ആരെടുക്കും? ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും നിങ്ങളുടെ ഒരു അഭിപ്രായം, ഉള്ളിലൊരു അഭിപ്രായം ഉണ്ട്, അത് പറയണം. വെറും മത്സരമല്ലേ? LDF ജയിക്കും. നിർമ്മലാജ്മി എത്ര ഭൂരിപക്ഷത്തില്? അത് പറയാൻ പറ്റത്തില്ല. ആര് ജയിക്കാൻ സാധ്യതയുണ്ട്? ഒരു അഭിപ്രായം പറയാ. ആര് ജയിച്ചാലും വേണ്ടിയില്ല. എനിക്ക് രാഷ്ട്രീയമില്ല. ഓക്കെ, നിങ്ങൾക്ക് അഭിപ്രായം വല്ലതും ഉണ്ടോ? ഇല്ല. ഉണ്ടോ? UDF. ഓക്കെ. ഇവരുടെയൊക്കെ ഈ സാധാരണക്കാരുടെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ജയിച്ചാലും വേണ്ടിയല്ല. മീനിൻ്റെ വില കുറയണം, സാധനങ്ങളുടെ വില കുറയണം, റബ്ബറിൻ്റെ വില കുറയണം. ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ അഭിപ്രായം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് കടുത്തുരുത്തി മണ്ഡലത്തിൽ കൂടെ ചോദിച്ചു പോവാം. എത്ര കൊണ്ട്? 5000. ഇല്ല. എത്ര വോട്ടിന്? 15,000. അവിടെയൊക്കെ 5,000 ഉള്ളൂ. നമ്മൾ ഇച്ചിരി കോൺഫിഡൻ്റ് ആണ്. 15,000 പറഞ്ഞല്ലേ? ഓക്കെ. നിർമ്മലാജ്മി എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം? 10,000. ഈ നിർമ്മലാജ്മി 5,000-10,000 നിൽക്കുന്നത് മോൻസ് എങ്ങനെ 25,000? ഇവർക്ക് എത്ര കോൺഫിഡൻസ് എന്താ പറയുന്നത്? അവര് ജയിക്കൂല. അവര് കഴിഞ്ഞ പ്രാവശ്യം 4,000 സംതിങ് വോട്ടിനാണ് ജയിച്ചത്. അത് BJPയുടെ വോട്ട് മേടിച്ചിട്ട് ജയിച്ചത്. നിർമ്മലാജ്മിക്ക് ഈ മണ്ഡലത്തിലുമായിട്ടുള്ള അല്ലെങ്കിൽ മോൻസിന് ഈ മണ്ഡലത്തിലുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് അറിയാം എന്തൊക്കെയാണ്? മോൻസിന് ഈ മണ്ഡലത്തിലാണ് ബന്ധം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല പുള്ളിക്ക്. നാട്ടുകാരനാണ്, ആ പഞ്ചരക്കാരനാണ്. നിർമ്മല ചേച്ചിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നല്ലോ. അവര് ബന്ധമുണ്ടല്ലോ. നാടുപാടുള്ള പ്രത്യേകിച്ച് നാടുപാടുള്ള ബന്ധമില്ല, ഇടപെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല മത്സരം നടക്കട്ടെ. കഴിവുള്ളവർ നന്മയുള്ളവർ ജയിക്കട്ടെ അല്ലേ? തീർച്ചയായും. അത്രേ ഉള്ളൂ. താങ്ക് യു. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം ഒരു ആവറേജ്. എല്ലായിടത്തും അത് തന്നെ അവസ്ഥ. ചിലര് ഈ പാലക്കാരുടെ പ്രത്യേകം എന്നാണെന്നറിയോ? പാലാ ടൗണിലൊക്കെ ഉള്ളവരൊക്കെ കച്ചവടം മോശമാണല്ലോ അവർ പറയല. എന്തോ നാണക്കേട് പോലെയാ. അതുകൊണ്ട് അങ്ങ് പറഞ്ഞു കച്ചവടം മോശമാണെന്ന് പറഞ്ഞു. പേരെന്താ? എൻ്റെ പേര് അനിൽകുമാർ. നിലവിൽ നമ്മുടെ MLA മോൻസാണ്. അപ്പം മോൻസിനെതിരെ നമ്മുടെ സുരേഷ് മത്സരിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് നമ്മുടെ നിർമ്മല ജിമ്മി ചേച്ചി മത്സരിക്കുന്നുണ്ട്. അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ നിലവിലുണ്ടായിരുന്ന MLA മതിയോ അതോ പുതിയൊരു മാറ്റം വേണോ? ഈ പറഞ്ഞ സുരേഷ് ജയിക്കണോ? NDAയുടെ സുരേഷ് ജയിക്കണോ? അതുപോലെ തന്നെ നമ്മുടെ നിർമ്മല ജിമ്മി ജയിക്കണോ എന്നാണ് ഉള്ളിൽ ആഗ്രഹം. നമ്മൾ ഉള്ളിൽ ആഗ്രഹം പറയുന്നതിനപ്പുറത്ത് പല സ്ഥാനാർത്ഥികൾ പല രാഷ്ട്രീയം ഇതെല്ലാം ഇലക്ഷൻ കാലത്ത് വരുമ്പോൾ ഒരു ഉടച്ചു വിട്ട് രന്തരോഗം എല്ലാം ചെയ്തു, ഞാൻ ചെയ്തു, മറ്റവർ ചെയ്തു, അവർ ചെയ്തില്ല. അപ്പം അങ്ങ് കുറച്ച് പേര് ചെയ്തു, കുറച്ച് പേര് ചെയ്തില്ല. ഞാൻ ചെയ്തു, എൻ്റെ പ്രശസ്തി കാണിക്കുക. സത്യത്തിൽ ജനങ്ങൾക്കൊരു സംശയം, ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ജനങ്ങൾക്ക് ആര് ജയിച്ചാലും ഇത് ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരെ വേണം എപ്പോഴും. അതിനകത്തൊരു സംശയമില്ല. അപ്പം ഇവിടെ എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ട് നമ്മളെല്ലാം ഒത്തിരി പുറകെ പോയിട്ടുണ്ട്. എല്ലാവരും ഈ പ്രൗഢി കാണിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് നമ്മുടെ സാഹചര്യം. റബ്ബറിന് വിലയില്ല. റബ്ബറിന് വില ഉണ്ടാക്കുന്നത് ചിലർ പറയുന്നു, ഉണ്ടാക്കിയെന്ന് ചിലർ പറയുന്നു. ഇതൊക്കെ ഇലക്ഷൻ വരുമ്പോഴേ റബ്ബറൊക്കെ വരുന്നുള്ളൂ. അല്ലാത്ത റബ്ബറില്ല. ഈ മുല്ലപ്പെരിയാർ വിഷയം വരുമ്പോഴാണ് മുല്ലപ്പെരിയാറിന്റെ ഭീകരത ജനങ്ങൾ ഉറങ്ങുന്നതെന്ന് പറഞ്ഞ പോലെ ഇലക്ഷൻ വരുമ്പം ഇവിടെ റബ്ബറിന്റെ വിലയുടെ പ്രശ്നം വരുന്നുണ്ട്, പലതും പ്രശ്നം വരുന്നുണ്ട് അല്ലേ? ജനകീയമായ കാര്യങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യണം. നല്ല സ്ഥാനാർത്ഥികൾ നോക്കി. അഭിപ്രായത്തിൽ ഈ 3 പേരിൽ ആർക്കാണ് കൂടുതൽ സാധ്യത എന്ന് തോന്നുന്നു?
എനിക്ക് തോന്നുന്നു മോൻസ് ജോസഫ് മോൻസൺ തന്നെയാണല്ലേ? അതെ. എന്തൊക്കെയാണ് അയാൾ ഇത്രയും നാളായിട്ട് അദ്ദേഹം ഇവിടെ നിൽക്കുന്ന ഒരാളാണ്, എല്ലാവരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ആരുടെ ഒരു പാർട്ടിക്കാരനെ ഞാനൊരു പാർട്ടിക്കാരനല്ല. സംസാരം കേട്ടപ്പോൾ അങ്ങേക്കും മനസ്സിലായല്ലോ. എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഈ ഇലക്ഷൻ കാലം വരുമ്പോൾ റബ്ബറിന്റെ വില ഉയർന്നു പൊങ്ങുന്നു, ഈ പല പല പ്രശ്നങ്ങൾ, അതായത് ഇവർ കാണാതിരുന്ന ടൂറിസം മേഖലയെക്കുറിച്ച് ഉച്ചത്തിൽ സംസാരിക്കുന്നു. അല്ലാതെ ഒരു ഇലക്ഷൻ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ അവർ ജയിച്ചു പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ജനങ്ങൾ അറിയുന്നില്ല. എന്തായാലും വളരെ പ്രമുഖമായ ഒരു മണ്ഡലം തന്നെയാണ് ഈ പറയുന്ന കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലം. ഓട്ടം ഉണ്ട്, അത്യാവശ്യം പൊതുവെ ശാന്തമാണ്. ഒരു തണുപ്പ് മട്ട, ഒരു മൂന്നാർ അവസ്ഥ നിൽക്കുക നമ്മുടെ അല്ലേ? സത്യം പരമാർത്ഥം. ആരാണ് ഇവിടെ ജയസാധ്യത കൂടുതൽ? ജയസാധ്യത ഇവിടെ സംബന്ധിച്ച് നിർമ്മലായ്മ ജയിക്കുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. LDF-ന്റെ ജയിക്കാൻ സാധ്യതയുണ്ട്. ചേട്ടന്റെ അഭിപ്രായത്തിൽ ആര് ജയിക്കാൻ സാധ്യത? ചുമ്മാ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മോൻസ്. ചേച്ചിക്കോ? എന്റെ അഭിപ്രായത്തിൽ LDF ജയിക്കാനാണ് സാധ്യത. LDF. നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്, ഒരു വീട്ടിൽ 2 രാഷ്ട്രീയമാണ് അല്ലേ? സ്നേഹത്തിന്റെ രാഷ്ട്രീയം അല്ലേ? ഇപ്പൊ ചിലര് പറയുന്നു ഇപ്പം ഓട്ടം ഉണ്ടോന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയും. നമ്മുടെ പാലക്കാരതാ ഒന്നും ഇല്ലെങ്കിലും നമ്മള് മുറുക്കി കൊടുക്കും. കച്ചവടക്കാരുടെ ചോദിച്ചാൽ പറയും കച്ചവടം ഭയങ്കര കച്ചവടം കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ സത്യാവസ്ഥ നമുക്ക് അറിയത്തുള്ളൂ. ഓട്ടമില്ലായ്മ എങ്ങനെയുണ്ട് മൊത്തത്തില്? നമ്മുടെ ഓട്ടമില്ലായ്മയാണ്. അത് തുറന്ന് പറയുന്നവർക്ക് മടിയില്ല. 2 ഓട്ടം ഓടിയത് കേൾക്കുന്നുണ്ടല്ലോ. ഇതാണ് അവസ്ഥ. കാരണം ഒന്നാമത്തെ കാര്യം പഴയ ഭയങ്കര തിരക്കുണ്ടായിരുന്ന ഒരു ബസ് സ്റ്റാൻഡ് ആയിരുന്നു ഇത്. കാരണം ഇവിടെ ഇപ്പം എല്ലാവർക്കും വണ്ടിയായി, ഓട്ടോക്കാർക്ക് ഓട്ടോ ഇല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ അവിടുത്തെ കച്ചവടക്കാർക്ക് കച്ചവടമില്ല. ഇവിടുത്തെ നിലവിലെ അവസ്ഥയനുസരിച്ച് മോൻസ് നിൽക്കുന്നുണ്ട്, നിർമ്മല ജിൽമി നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ സുരേഷ് ഉണ്ട് NDAയുടെ. 3-ൽ ആര് ജയിക്കാനാണ് സാധ്യത? ഇവിടുത്തെ ഒരു പോക്കനുസരിച്ച് മോൻസ് ജോസഫ് ജയിക്കാനാണ് സാധ്യത. പക്ഷേ ഇന്ത്യ മഹാരാജ്യം BJP ഭരിക്കുന്നത് നല്ലത്. ഇവിടുത്തെ പോക്കനുസരിച്ച് മോൻസ് ജയിക്കാനാണ് സാധ്യത. പക്ഷേ ഇന്ത്യ ഭരിക്കണമെങ്കിൽ BJP ഭരിക്കണം. അതാണ് നരേന്ദ്രമോദിയുടെ കൈക്ക് BJP-യുടെ ഞാൻ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ല. ഇവിടെ ജയിക്കണ കാര്യമല്ലേ അതല്ലേ ചോദിച്ചുള്ളൂ. ഈ മോൻസ് ജയിക്കാൻ എത്ര ശതമാനം സാധ്യതയുണ്ട്? സാധാരണ ഇവിടെ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ മുഴുവൻ മോൻസാണ് ജയിക്കാറ് പതിവ്. അപ്പം ആ ഒരു സാധ്യത വെച്ച് ഞാനൊരു കഴിഞ്ഞ പ്രാവശ്യം LDF വന്നു, ഈ പ്രാവശ്യം LDF വരുമെന്നാണ് അങ്ങ് പറയുന്നത്. എന്ന് ഞാൻ പറയുന്നില്ല. അത് പറയുന്നില്ല. ആരെ ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ട്? ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് വരുള്ളൂ. ഉറപ്പിച്ചു. UDF വരുള്ളൂ. ഒരു തർക്കത്തിന് തയ്യാറാണെന്ന് തോന്നുന്നു നിപ്പ് കണ്ടിട്ട്. അതെന്തോ UDF ജയിക്കുള്ളൂ ഇവിടെ. പക്ഷെ ഇവിടെ ആരാ? മോൻസ് കണ്ടിപ്പാണ്. ഇതായിട്ട് മോൻസ് ജയിക്കും. പിന്നെ മോദിയുടെ ആൾക്കാർ വന്നാൽ കുഴപ്പമില്ല. പക്ഷെ ഈ മോൻസിന്റെ പ്രവർത്തനമൊക്കെ അത്ര നല്ലതാണോ? അടിപൊളിയല്ലേ? മോൻസ് എന്നൊക്കെ ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട്? എന്തേറെ എനിക്ക് പെൻഷനാക്കി തന്നു. എനിക്ക് അവിടെ ചെന്നപ്പോൾ എനിക്ക് പൈസ തന്നു മരുന്ന് മേടിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പം വ്യാപാരി വ്യവസായത്തില് എല്ലാ മാസം ചെന്ന് കഴിഞ്ഞാൽ 1000 രൂപ തരും. അതൊക്കെ മോൻസ് തന്നതാ, മറക്കാൻ പറ്റത്തില്ല. 76 വയസ്സായി. 76 വയസ്സ്. പേരെന്താ? സെബാസ്റ്റ്യൻ KJ. 76 വയസ്സിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് വേണ്ടി മോൻസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നു അതായത് പക്കാ രാഷ്ട്രീയക്കാർ, അതായത് തികഞ്ഞ രാഷ്ട്രീയക്കാർ പറയുന്നുണ്ട് മോൻസ് ഒന്നും ചെയ്യുന്നില്ല, ഇനി മാറ്റം വരണം എന്നാണ് പറയുന്നത്. ചിലർ ഓടിത്തള്ളുന്നുണ്ട്, ഞാൻ പുറകെ വരും, ഞാൻ പിടിച്ചു. എന്താണ് അഭിപ്രായം? BJP വരണമെന്നാണ്? BJP ജയിക്കണമെന്നാണ് ഇവിടെ ആഗ്രഹം? അല്ല, BJP അല്ല, മോൻസാണ്. ചെയ്യുന്നുണ്ടല്ലോ അദ്ദേഹം കുറേയൊക്കെ. ഉണ്ട്, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ ഇപ്പം ഒരു പക്കാ LDF-കാരനോട് ചോദിച്ചപ്പോഴും പറഞ്ഞു ഒരു നിർമ്മല ജിൽമി വരണം. മോൻസ് 60% ചെയ്തിട്ടുണ്ട്. 60% പോരെ ഒരു നാടിന് വേണ്ടി? ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് ചോദിച്ചു പോകാം. ഇലക്ഷനൊക്കെ ആകാറായി. എന്താണ് വിശേഷം? ഇലക്ഷനൊക്കെ നടക്കും. നാട്ടുകാർ തമ്മിൽ തല്ലി വെറുതെ നമ്മള് പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം. ഇല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പണിക്ക് പോയി തമ്മിൽ തല്ലി ജയിക്കുന്നവർ ജയിക്കും, തോക്കുന്നവർ തോക്കും. ആ സമയത്ത് കോറിന് മുമ്പിൽ കഞ്ഞി. അത് തന്നെ. ആ സമയത്ത് വോട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. എന്താ സാധ്യത ഇവിടെ ആർക്കായിരിക്കും കൂടുതൽ? LDF ഉണ്ട്, UDF ഉണ്ട്, അതുപോലെ തന്നെ BJP ഉണ്ട്. മോൻസിന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഇത്ര ആളത്തെ പ്രവർത്തനം എങ്ങനെയുണ്ട് എനിക്ക് അറിയില്ല. ഞാൻ ഈ നാട്ടുകാരനല്ലാത്തതുകൊണ്ട് അറിയില്ല മോൻസിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ. കഴിഞ്ഞ 10 വർഷമായിട്ട് പുള്ളിയുടെ കൈ കെട്ടിയിട്ടേക്ക് വരുന്നു. എങ്കിൽ പോലും ഈ ചോദ്യം ചെയ്യാൻ സമ്മതിക്കുന്നില്ലായിരുന്നല്ലേ? അത് തന്നെ. എന്നോട് പാലായിൽ നിന്ന് മാണി സി കാപ്പൻ്റെ ഒരു ബൈറ്റും തന്നപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്.
ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യിക്കുകയില്ല. എന്നിട്ട് ഇവർ പറയും ഒന്നും ചെയ്തില്ല എന്ന് പറയും. അത് തന്നെയാണ് പുള്ളിയുടെ കൈ കെട്ടിയിട്ടിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു. കാരണം ഇതിനു മുമ്പ് ഓലുക്കോസ് ഉണ്ടായിരുന്നു, പിച്ച് തോമസ് ഉണ്ടായിരുന്നു, സ്റ്റീഫൻ ജോർജ് ഉണ്ടായിരുന്നു. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത മോൻ ചെയ്തുണ്ടാക്കി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കയ്യും കാലും കെട്ടിയിട്ടിരിക്കുക. പിന്നെ അല്ലാണോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ ബൈപ്പാസ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10-15 വർഷം എടുത്തു ആ ബൈപ്പാസും തീരാൻ വേണ്ടിയിട്ട്. പുള്ളി മിനിസ്റ്ററുടെ സമയത്ത് എടുത്തതാണ്, പിന്നെ ഡിസിഷൻ എടുത്ത സംഗതിയാണ്. അല്ല, നമ്മുടെയൊക്കെ അഭിപ്രായം എത്രേ ഉള്ളൂ, ഏതായാലും നല്ല ആളുകൾ ഭരണത്തിന് വരട്ടെ, നാടിന് പ്രയോജനമുള്ള കാര്യങ്ങൾ നടക്കട്ടെ, അത്രേ ഉള്ളൂ. ജനങ്ങൾ പണിയെടുക്കുകയും ചെയ്യണം, അല്ലേ? പണിയെടുത്താൽ ജീവിക്കുക. സന്തോഷം, താങ്ക് യു. എൻ്റെ പേര് മേരിയ. മേരി. ഇവിടെ നമ്മുടെ BJPയുടെ ഒരാൾ സുരേഷ് മത്സരിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ മോൻസ് ജോസഫ് ഉണ്ട്, നമ്മുടെ MLA, പിന്നെ നമ്മുടെ കേരള കോൺഗ്രസ് മാണി സാറിൻ്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്ന നിർമ്മല ജിമ്മിയുണ്ട്. ആര് ജയിക്കണമെന്ന് അമ്മച്ചിയുടെ ഒരു ആഗ്രഹം. അമ്മച്ചിക്ക് വല്ല പാർട്ടി ഉണ്ടോ? എനിക്ക് പാർട്ടിയൊന്നുമില്ല. ഒന്നുമില്ല. നമുക്ക് സമാധാനം വേണം, സന്തോഷം വേണം, ആരോഗ്യം വേണം, കഞ്ഞി കുടിക്കാൻ പൈസ വേണം. അതേ ഉള്ളൂ. കഞ്ഞി കുടിക്കാൻ പൈസ വേണം. ആര് ജയിക്കും? ജയിക്കണം എന്നാണ് ആഗ്രഹം. എന്നാലും മനസ്സിലൊരാഗ്രഹം. ഞാൻ നിർമ്മല ജിമ്മിക്കിട്ടൊന്ന് നോക്കിയേച്ച് പോരുവേ. നിർമ്മല ജിമ്മിക്കിട്ടണം കൊടുത്തേക്കാം, നമുക്കൊരു ഓട്ടം കൂട്ടോ, അല്ലേ? ഒന്ന് മാറ്റി കൊടുക്കാം, അല്ലേ? നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ആര് ജയിച്ചാലും നമുക്ക് സമാധാനം വേണം, സന്തോഷം വേണം, കഞ്ഞി കുടിക്കാൻ കാശ് വേണം, അത്രേ ഉള്ളൂ. സാധാരണ ജനങ്ങളുടെ, സാധാരണ ആളുകളുടെ ആഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പഴയതുപോലെ ഒന്നുമല്ല. ഈ പാർട്ടി അടിമകൾ, ഏത് പാർട്ടിയിലായാലും അതിന് അടിമകളെക്കാൾ ഉപരിയായിട്ട് അവരുടെ കാര്യങ്ങൾ നടക്കണം, അവരുടെ കച്ചവടം നടക്കണം, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടണം. അതിനേക്കാൾ ഉപരിയായിട്ട് ഏത് പൊളിറ്റിക്സ് ആയാൽ പോലും ജനങ്ങളുടെ ഒരു ആഗ്രഹത്തിൻ്റെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടില്ല, കടുത്തുരുത്തിക്ക് ഇലക്ഷൻ്റെ ഒരു പരിപാടിയായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ജനങ്ങളുടെ അഭിപ്രായം അറിയണം, ഇവിടെ ആര് ജയിക്കണം എന്നൊക്കെയുള്ള ഒരു ചെറിയ കാര്യമല്ല. ശക്തരായ എതിരാളിയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. പണി നടക്കുന്നുണ്ടോ? കണ്ടു ബൈപ്പാസ്. പുള്ളിയുടെ ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും നാളെ പുള്ളിയുടെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ഓപ്പോസിറ്റ് ആൾക്കാർ. കാശ് കിട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ? ആൾക്കാർ പറയണം പുള്ളിക്ക് വികസിക്കുകയാണെങ്കിൽ സർക്കാർ പൈസ കൊടുത്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, അല്ലാണ്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ പുള്ളി ജയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ 100%. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടും? പുള്ളി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതലായി. കഴിഞ്ഞ പ്രാവശ്യം 4000 സംതിങ് ഉണ്ടായിരുന്നു, 4424 ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം 30,000 വോട്ടിന് മേളിലേക്ക് വരും. അത്രയും വരും. നിങ്ങൾ വേറെ കോമഡി പറയട്ടെ, കോമഡിയല്ല, വളരെ സീരിയസ് ആയിട്ട്. ഈ മോൻസിനെ കുറിച്ച് പറയുമ്പോൾ അഭിപ്രായം ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത്. മറ്റൊരു പറഞ്ഞൊരു കാര്യം ജയിക്കുമായിരിക്കും, 10,000 വോട്ടിന് ജയിക്കുമായിരിക്കും, 5,000 വോട്ടിന് ജയിക്കുമായിരിക്കും. മോൻസിന്റെ കാര്യം പറയുമ്പോൾ ഉറപ്പായിട്ടും 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും, ഞങ്ങൾ ജയിച്ചിരിക്കും എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ മോൻസ് വിളിച്ചിട്ട് വന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് വന്നവരല്ല. അപ്പോൾ എന്തായാലും സന്തോഷം, സ്നേഹം, പണി നടക്കണം, പണി കെണിയാവരുത്, ഇലക്ഷൻ നടക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം, രണ്ടെണ്ണമൊക്കെ അടിച്ച് ചാടി നിൽക്കുക. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പുതിയ പോസ്റ്ററുകളൊക്കെ ഇഷ്ടം പോലെ വെച്ചതാ, പ്രാവശ്യം അതിന്റെ ആവശ്യമില്ല. പോസ്റ്ററുകളെ കുറവാണ്. പിന്നെ പഴയ പോസ്റ്ററായിട്ട് ഞങ്ങൾ ഒട്ടിച്ച് വെച്ചാൽ അത് മതി, അതിനുള്ള സ്ഥാനാർത്ഥി ഉള്ളൂ ഇവിടെ. ഓക്കെ, സന്തോഷം, കാണാം. ഓക്കെ. അപ്പോൾ കേട്ടില്ലേ, ഇതുപോലെയൊക്കെയുള്ള സാധാരണക്കാരാന്നേ കടുത്തുരുത്. എല്ലാം പാവപ്പെട്ടവർ മീൻസ് നല്ല മനസ്സുള്ളവരും സാധാരണ കൂലിപ്പണിക്കാരും ഒക്കെ അങ്ങനെയുള്ള ആളുകളാണ്. അവരുടെയൊക്കെ ഒരു മനസ്സ് എന്ന് പറയുന്നത് ഈ ബസ് പോണ പോലെ ആ സ്പീഡിൽ അങ്ങ് പോകും. നമുക്കിങ്ങനെ ചോദിച്ചു പോകാം കടുത്തുരുത്തിലേക്ക്. കപ്പ കച്ചവടം അങ്ങനെയുണ്ട്. ആര് ജയിക്കും ഇവിടെ? ഇവിടെ നിർമ്മല ജിമ്മി ജയിക്കുന്നതാണ് ഒരു ചേട്ടൻ്റെ അഭിപ്രായം. ചേട്ടൻ്റെ അഭിപ്രായമാണ് വലുത്, അതാണ് വലുത്. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം? 25,000 വോട്ട്. ആദ്യമാണ് എന്ന് പറഞ്ഞ് നിർമ്മല ജിമ്മിക്ക് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല, നമുക്കിവിടെ അറിയേണ്ടത് ജനഹിതമാണ്, ജനങ്ങളുടെ അഭിപ്രായം മാത്രമാണ്. കാരണം ട്രൂ TV ഓരോ മണ്ഡലത്തിൽ കൂടെ യാത്ര തിരിച്ചപ്പോൾ കടുത്തുരുത്തി മണ്ഡലം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള, കേരളം ഉറ്റുനോക്കുന്നൊരു മണ്ഡലമാണ്. ഇവിടെ ശക്തരായ നിർമ്മല ജിമ്മിയുണ്ട്, അതുപോലെ തന്നെ മോൻസുണ്ട്, NDAയുടെ സുരേഷുണ്ട്. പക്ഷേ ജനഹിതം ഏറ്റവും കൂടുതൽ സാധാരണക്കാരിൽ നിന്ന് വന്നപ്പോൾ നിർമ്മല ജിമ്മിയുടെ പേരും മോൻസിൻ്റെ പേരും ഒരുപോലെ ഉയർന്നു വന്നിരിക്കുകയാണ്. പക്ഷേ കൂടുതൽ അഭിപ്രായവും കൂടുതൽ എണ്ണവും പറഞ്ഞത് മോൻസ് ജോസഫിൻ്റെ പേര് തന്നെയാണ്. എന്തായാലും രണ്ടുപേരും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ആര് ജയിക്കുമെന്ന് ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണി കഴിഞ്ഞറിയാം. അതെ, അതുവരേക്കും ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം സുരേഷ് പാലാക്കാരൻ.